കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കും. ഇതിനായി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കും. നിലവിൽ പാർട്ടിയിൽ തെറ്റായ പ്രവണതകളെ വെച്ചു പൊറുപ്പിക്കില്ല. തെറ്റായ പ്രവണതകൾക്കെതിരെ പാർട്ടി കടുത്ത നിലപാടെടുക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നിലവിലെ കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ നടപടി എടുക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മാത്രമല്ല, നിലവിൽ ഇതിനെ ഒരു കരുനാഗപ്പള്ളിയിലെ ആ ഏരിയ കമ്മിറ്റി മണ്ഡലത്തിലെ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനായി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കും. നിലവിൽ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന വിമർശനങ്ങളെ കൃത്യമായ രീതിയിൽ തന്നെ തടയിടുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യും. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിക്കെതിരെ തെറ്റായ പ്രവണതകളോ അല്ലെങ്കിൽ പാർട്ടിയിൽ എന്തെങ്കിലും തെറ്റായ രീതികൾ തുടരുകയാണെങ്കിൽ അതിനെതിരെയും കൃത്യമായ നിലപാടെടുക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി അടക്കം പുനഃസംഘടിപ്പിക്കും. നിലവിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. വിമർശനങ്ങളെ തടയിടുന്ന നിലപാടാണ് എക്കാലവും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അത് അതേ രീതിയിൽ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളും. നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള, അതായത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുമായി ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളിൽ പാർട്ടി കൃത്യമായി ഇടപെടും. അതിൽ ആ തെറ്റായ പ്രവണതകളെ ഒന്നും അംഗീകരിക്കില്ല എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മാത്രവുമല്ല, ഒരു അഡ്ഹോക് കമ്മിറ്റി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങളെ പഠിക്കാൻ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ചില വിമർശനങ്ങളുണ്ട്. അതുപോലെ തന്നെ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളെ അംഗീകരിച്ച് തെറ്റായ നടപടികൾക്കെതിരെ പാർട്ടിയിൽ തെറ്റായ നടപടികൾ ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ അതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. മാത്രമല്ല, തെറ്റായ നിലപാടുകൾ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ തെറ്റായ നിലപാടുകൾ ഉണ്ടായാൽ അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ വർഷവും പാർട്ടി തെറ്റിത്തിരുത്തൽ നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. അത് പാർട്ടി ഇനി തുടരുക ചെയ്യും. അത് പാർട്ടിയുടെ നയമാണ്. അതേസമയം കരുനാഗപ്പള്ളിയിലുണ്ടായ സംഭവങ്ങൾ ദൗർഭാഗ്യകരം. അവിടെ അത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ട് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനർസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അവിടെ ആ കമ്മിറ്റിക്ക് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിലവിൽ ഇന്ന് കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാ സെക്രട്ടേറിയറ്റും തുടർന്നുള്ള ജില്ലാ കമ്മിറ്റിയും ഈ രണ്ടിന്റെ കൂടെ ഒരു തീരുമാനം എന്ന നിലയിലാണ് അദ്ദേഹം ഇതിപ്പോൾ അറിയിച്ചത്. ഇനി അഡ്ഹോക് കമ്മിറ്റി അവിടെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ ഇനി അവിടെ പുതിയ ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനം നടത്തുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അഡ്ഹോക് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലായിരിക്കും. ആ നിലയിലാണ് ഇനി സമ്മേളന നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. നിലവിൽ അവിടെ എന്തെങ്കിലും അച്ചടക്കമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്ഹോക് കമ്മിറ്റി പരിശോധിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.